നകുലേട്ട, കഴിഞ്ഞത് കഴിഞ്ഞു. അതെല്ലാം നകുലേട്ട മറക്കണം. ഗിരിയേട്ടനെയും പാറുവിനെയും ജീവിക്കാൻ അനുവദിക്കണം. ഞാൻ കാല് പിടിച്ച് പറയുക. നീ അങ്ങനെ പറഞ്ഞ് ഇവളെ കളിയാക്കിയോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഗിരിയേട്ടാ. കളിയാക്കിയിട്ട് പറഞ്ഞില്ലെന്ന് കള്ളം പറയുന്നോ? നീ ശരിക്കും കളിയാക്കിയോ? അറിയാതെ ഒന്ന് പറഞ്ഞു പോയി, വിട്ടുകളാ. ഇതങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ലേ? ഇവിടെ നിക്ക്, പറഞ്ഞിട്ട് പോയാ മതി. ഇതങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ല. അതെ, ഇമ്മാതിരി തമാശയൊന്നും അനുവദിക്കാൻ പറ്റില്ല. ആളുകളെ നിറത്തിന്റെയും രൂപത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് കളിയാക്കുന്നത് കുറ്റകരമാണ്. ഇയാളിപ്പോ രശ്മിയുടെ രൂപത്തെയാ കളിയാക്കിയത്. അത് ബോഡി ഷേമിംഗാ. ബോഡി ഷേമിങ്ങിന് കേസ് കൊടുത്താ ഇയാള് ജയിലിൽ പോയി കിടക്കും. കേസ് കൊടുക്കട്ടെ? കൊടുക്കട്ടെ എന്ന്. എന്റെ പൊന്ന് ഗിരിയേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഒരു നാവ് പിഴ, എന്നോട് ക്ഷമിക്കണം. ഇതിന്റെ പേരിൽ കേസൊന്നും കൊടുത്തേക്കല്ലേ. ഇയാളോട് ക്ഷമിക്കേണ്ടത് ഞങ്ങളൊന്നുമല്ല, രശ്മിയാ. ഇവളോട് മാപ്പ് ചോദിക്ക്. ഇവള് മാപ്പ് തന്ന കേസിൽ നിന്ന് ഒഴിവാക്കാം. ഗിരിയേട്ടാ, പറഞ്ഞു കേട്ടില്ലേ? മാപ്പ് പറഞ്ഞു. മാപ്പ് രശ്മി, മാപ്പ്. വെറുതെ മാപ്പ് ചോദിച്ചാ പോരാ, ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല എന്നുകൂടി പറയണം. ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല. കരിനീലിക്കാവിലെ അമ്മയാണ് സത്യം. തൽക്കാലത്തേക്ക് മാപ്പ് കൊടുക്കാം അല്ലേ ഏട്ടത്തിമ്മേ? ആ, ശരി. ഇപ്പോഴത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നാ പിന്നെ ശരി, നിങ്ങൾ കൂട്ടോ. വഴിക്ക് വെച്ച് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതേ. ഏട്ടാ, ഇല്ല ഏട്ടാ, ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഓ, ഞാൻ ഇനി കമാന്നും മിണ്ടില്ല. എന്നാ പിന്നെ വണ്ടി എടുത്തോ. ആറുവാ. അതെ, നിങ്ങൾ നേരെ കടയിലേക്ക് വന്നാൽ മതി കേട്ടോ. താങ്ക് യു. എടുത്തേമൻ ചില സമയത്ത് ഡോക്ടർ മാത്രല്ല വക്കീലും ആവുന്നുണ്ട്. വക്കീല് മാത്രമല്ല, ടീച്ചറും ആവാറുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാ ഏട്ടത്തേമ്മ നമ്മളെ പഠിപ്പിക്കുന്നത്. അതെ, എല്ലാരും കേറിക്കോ. രശ്മി ആദ്യം കേറിക്കോ. ഞാൻ തന്നെ ആദ്യം കയറാം. അപ്പോഴേ തേയിലയും പയറും എടുത്തു. ഇനി എന്താ വേണ്ടേ? 2 കവർ കപ്പ പൊട്ടുപൊടി. കപ്പ പുട്ടുപൊടി അല്ലേ? ഇപ്പം എടുക്കാം. കപ്പ പുട്ടുപൊടി. ആ ആ അതും എടുക്കും. 2 കിലോ പഞ്ചാര എടുത്തരണേ. ആ ശരി. ഇത് പാറുവിനെ കെട്ടായിരുന്ന പയ്യനും ഗിരിയുടെ അളിയനുമല്ല. വാ, പോയി നോക്കാം. ഗിരിയോടറാ. ഗിരിയേട്ടൻ ഇവിടെ ഇല്ല. അവനോട് പോയി. അവര് കുടുംബമായിട്ടെ ടൗണിൽ പോയേക്കുവാ. അവിടെ എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ കറങ്ങാൻ പോയതാ. കറങ്ങുന്നതിന്റെ കൂട്ടത്തില് സാധനങ്ങളൊക്കെ വാങ്ങി ബീച്ചിലൊക്കെ പോയിട്ടേ വരൂ. അങ്ങനെ എന്നോട് പറഞ്ഞത്. എന്തായാലും ലേറ്റ് ആവും. പോ. അവനെ കണ്ടില്ലല്ലോ. നമുക്ക് കാണാം. നീ വാ.
നകുലേട്ടാ നകുലേട്ടാ കഴിഞ്ഞത് കഴിഞ്ഞു. അതെല്ലാം നകുലേട്ടാ മറക്കണം. ഗിരിയേട്ടനെയും പാറുവിനെയും ജീവിക്കാൻ അനുവദിക്കണം. ഞാൻ കാല് പിടിച്ച് പറയുക. നിനക്കൊരു ജീവിക്കാൻ വിടണല്ലേ? ഇതൊന്നും നിനക്കുള്ളതല്ല. അവന് ആ ഗിരിക്കുള്ള മുന്നറിയിപ്പായത് കേട്ടാ. പടാ സോമു, കഷ്ടായി പോയല്ലോ. നകുലിന് അത്രയ്ക്ക് ക്രൂരനായിരുന്നു. ഡാ, നീയൊന്നും കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല. ഇവിടെ നടന്നതൊന്നും ഒരു കാരണവശാലും ഗിരിയേട്ടന്റെ ചെവിയിൽ എത്തരുത്. ഗിരിയേട്ട അറിഞ്ഞാൽ ഇതിന് വലിയ കുഴപ്പമാവും. ഇല്ല സോമു, ഞാനായിട്ടിതൊന്നും ആരോടും പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വെഞ്ചൂറ ഗ്രൂപ്പിന്റെ MD. ഞങ്ങളുടെ കമ്പനിക്ക് ഇവിടെ ഒരു ഡിസ്റ്റിലറി തുടങ്ങാൻ പ്ലാനുണ്ട്. അതിന് ഏകദേശം 150 ഏക്കറോളം സ്ഥലം ഒറ്റ പ്ലോട്ടായിട്ട് വേണം. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. അപ്പോഴാണ് പത്മനാഭൻ സാറിന്റെ കൈവശമുള്ള 150 ഏക്കർ വസ്തുവിന്റെ കാര്യം മിനിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത്.